കമ്പ്യൂട്ടർ പഠന മലയാളത്തിൻ്റെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഫോൾഡറുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫോൾഡറുകൾ കസ്റ്റമൈസ് ചെയ്യുന്നത് എങ്ങനെ, കോപ്പി ചെയ്യുന്നത് എങ്ങനെ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട് കീസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇവിടെ മ്യൂസിക് എന്ന ഒരു ഫോൾഡർ ഉണ്ട്, അതുപോലെ പിക്ചേഴ്സ് എന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഈ പിക്ചേഴ്സ് ഫോൾഡറിൽ കുറച്ച് ഫോട്ടോകളുണ്ട്, അതുപോലെ തന്നെ ഈ മ്യൂസിക് ഫോൾഡറിൽ കുറച്ച് പാട്ടുകളുമുണ്ട്. നമ്മളിനി ഈ പിക്ചേഴ്സ് ഫോൾഡറിനകത്തുള്ള ഫോട്ടോസ് എന്ന ഒരു ഫോൾഡർ ഡി ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് സേവ് ചെയ്യും. അതുപോലെ മ്യൂസിക്സ് എന്നുള്ള ഫോൾഡറിലെ സോങ്സിനെ നമ്മൾ സോങ്സ് എന്ന പേരിൽ ഒരു ഫോൾഡർ ഡി ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് കോപ്പി ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഫയൽസ് എടുത്തു, പിക്ചേഴ്സ് എടുത്തു, ഇതിനകത്ത് ഫോട്ടോസ് ഉണ്ട്. ഓക്കെ, മ്യൂസിക് എടുത്തു, ഇതിനകത്ത് മ്യൂസിക്സും ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഞാൻ ന്യൂ കൊടുത്തിട്ട് ഒരു ഫോൾഡർ കൊടുത്തു. ഈ ഫോൾഡറിൻ്റെ പേര് സോങ്സ് എന്നാക്കി. അതുപോലെ മറ്റൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ പേര് ഞാൻ ഫോട്ടോസ് എന്ന് കൊടുത്തു. ഇപ്പോൾ നമുക്ക് രണ്ട് ഫോൾഡറുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇനി നമ്മൾ ഈ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ പോകും. ഇതിനകത്തുനിന്ന് നമുക്ക് ഏതൊക്കെ ഫോട്ടോകളാണ് വേണ്ടത് അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യാം? മൗസ് ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് ഡി ഡ്രൈവിൽ തന്നെ പോയിട്ട് ഫോട്ടോസ് എന്ന ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ പിക്ചേഴ്സിനകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഫോട്ടോസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇനി സോങ്സ് എന്നുള്ള ഫോൾഡറിലേക്ക് നമുക്ക് പാട്ടുകൾ കോപ്പി ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ മ്യൂസിക് എന്ന ഫോൾഡറിൽ പോയി ഇവിടുന്ന് കുറച്ച് പാട്ടുകൾ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, കോപ്പി കൊടുത്തു, ഡി ഡ്രൈവിൽ പോയി സോങ്സ് എന്നുള്ള ഫോൾഡർ എടുത്തു, പേസ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫോൾഡറിൽ നിന്നും ഫയലുകളെ മറ്റൊരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. ഇനി നമുക്കിവിടെ മൈ ഫയൽസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഫോൾഡറിനകത്തേക്ക് ഈ രണ്ട് ഫോൾഡറിനെ, അതായത് ഈ ഫോട്ടോസ് എന്നുള്ള ഫോൾഡറിനെ സോങ്സ് എന്നുള്ള ഫോൾഡറിനെ കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ കൊടുക്കുക, ഫോൾഡർ കൊടുക്കുക, ഫോൾഡറിൻ്റെ പേര് മൈ ഫയൽസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഫോട്ടോസ് എന്നുള്ള ഫോൾഡറിനെയും സോങ്സ് എന്ന ഫോൾഡറിനെയും സെലക്ട് ചെയ്യുക. എന്നിട്ട് കോപ്പി കൊടുക്കുക, മൈ ഫയൽസിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഫോട്ടോസ് എന്നുള്ള ഫോൾഡറിനകത്ത് ആ ഫോട്ടോസ് വന്നിട്ടുണ്ട്. അതുപോലെ സോങ്സ് എന്നുള്ള ഫോൾഡറും ഇങ്ങോട്ട് കോപ്പി ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീണ്ടും ഡി ഡ്രൈവിൽ പോയാൽ അവിടെ 3 ഫോൾഡർ ഇപ്പോൾ പുതിയതായിട്ടുണ്ട്. 2 നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സോങ്സും ഫോട്ടോസും, പിന്നെ മൈ ഫയൽസ് എന്നുള്ള ഫോൾഡർ, അതിനകത്ത് നമ്മളിപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള ആ മറ്റ് 2 ഫോൾഡറുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫോൾഡറുകളെ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഫയലുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നത് പഠിച്ചു, ഫോൾഡറുകൾ തമ്മിൽ കോപ്പി ചെയ്യുന്നതും പഠിച്ചു. ഇനി എനിക്ക് ഈ ഫോട്ടോസ് എന്നുള്ള ഫോൾഡറിനകത്തുള്ള എല്ലാ ഫയൽസും ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പുതിയ ഒരു ഫോൾഡറിനകത്തേക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ കൊടുക്കുക, ഫോൾഡർ കൊടുക്കുക. ഞാനിതിന് ഫോട്ടോസ് ബാക്കപ്പ് എന്ന് പേര് കൊടുത്തു. എന്ത് പേരും കൊടുക്കാം, ഫോട്ടോസ് ബാക്കപ്പ് എന്ന് പേര് കൊടുത്തു. ഇനി ഈ ഫോട്ടോസ് എന്നുള്ള ഫോൾഡറിൽ പോയിട്ട് നമുക്ക് എല്ലാ ഫയലുകളും സെലക്ട് ചെയ്യണമല്ലോ. അപ്പോൾ കൺട്രോൾ കീയും എയും കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ നോക്കൂ, എല്ലാ ഫയലുകളും സെലക്ട് ആയിട്ടുണ്ട്. കൺട്രോൾ എ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡറിനകത്തുള്ള എല്ലാ ഫയൽസിനെ ഒന്നിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എന്ന് കൊടുക്കാം. ഇനി കോപ്പി കൊടുക്കാൻ നമ്മൾക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതാണ് കൺട്രോൾ സി എന്ന് പറയുന്നത്. കൺട്രോൾ സി എന്നത് കോപ്പി എന്നതിൻ്റെ ഷോർട്ട് കട്ടാണ്. ഞാനിവിടെ കൺട്രോൾ സി പ്രസ് ചെയ്തു. ഇനി ഞാൻ ഡി ഡ്രൈവിനകത്ത് പോയി ഇതിനകത്ത് ഫോട്ടോസ് എന്ന ബാക്കപ്പ് ഫോൾഡർ ഉണ്ട്. ഇവിടെ നമുക്കിത് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പേസ്റ്റ് ചെയ്യും? റൈറ്റ് ക്ലിക്ക് ചെയ്യാം, പേസ്റ്റ് എന്ന് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ അതിനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതാണ് കൺട്രോൾ വി എന്ന് പറയുന്നത്. കൺട്രോൾ കീയും വി എന്ന കീയും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ആ ഫോട്ടോസ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഷോർട്ട് കട്ടും കൂടി പഠിച്ചു. കൺട്രോൾ എ എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ, കൺട്രോൾ സി എന്ന് പറഞ്ഞാൽ കോപ്പി, കൺട്രോൾ വി എന്ന് പറഞ്ഞാൽ പേസ്റ്റ്. ഓക്കെ, ഈ ഫയലുകൾ ഇപ്പോൾ നോക്കൂ. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോസ് എന്നുള്ള ഫയലുകൾ
നമ്മൾ ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ മറ്റുള്ള ഫോൾഡറിലെല്ലാം അതിൻ്റെ പ്രിവ്യൂ കണ്ടിരുന്നു അല്ലേ? ഫോട്ടോസ് നമുക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റിയിരുന്നു. ഇവിടെ നമുക്ക് മറ്റൊരു വ്യൂ ആണ് കാണുന്നത് അല്ലേ? ഫയലിൻ്റെ പേര് അതുപോലെ ഡേറ്റ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇനി നമുക്ക് പഴയ രീതിയിൽ പ്രിവ്യൂ കാണണം. അപ്പോൾ അതിനെന്ത് ചെയ്യും? അപ്പോൾ ഈ ഒരു ഫോൾഡറിനകത്ത് തന്നെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വ്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിട്ടും. ഈ വ്യൂ എന്ന ഓപ്ഷനിൽ എക്സ്ട്രാ ലാർജ് ഐക്കൺസ്, മീഡിയം ഐക്കൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്മോൾ ഐക്കൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്തുനിന്ന് ഇനിയിപ്പോൾ ഞാൻ ലാർജ് ഐക്കൺസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ നേരത്തെ കണ്ട പോലുള്ള പ്രിവ്യൂ ആയി കിട്ടും. ഇവിടെ എക്സ്ട്രാ ലാർജ് ഐക്കൺസ് എന്ന് കൊടുത്താലോ എല്ലാം കുറച്ചും കൂടി വലുതായിട്ട് കാണാൻ പറ്റും. ഇനി സ്മോൾ ഐക്കൺസ് എന്ന് കൊടുത്താൽ ചെറിയ ഐക്കൺസ് നേരത്തെ പറഞ്ഞ പോലെ പ്രിവ്യൂ ഇല്ലാത്ത രൂപത്തിൽ കാണാൻ പറ്റും. സാധാരണ മീഡിയം ഐക്കൺസിലാണ് ഇടൽ, അല്ലെങ്കിൽ ലാർജ് ഐക്കൺസ്. ഇനി നമ്മൾ നേരത്തെ കണ്ട ഡീറ്റെയിൽ എന്ന വ്യൂ, അപ്പോൾ നമ്മൾ നേരത്തെ പേരും എല്ലാം കണ്ടല്ലോ, അതിന് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു വ്യൂ ഉണ്ട്. ഈ ഡീറ്റെയിൽസ് എന്നുള്ള വ്യൂ കൊടുത്താൽ ഇവിടെ നമുക്ക് നെയിം, അതുപോലെ ഡേറ്റ്, ടൈപ്പ്, സൈസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കിട്ടും. ഇവിടെ നമുക്കിത് നെയിമിൻ്റെ ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. സോർട്ട് മീൻസ് നമുക്ക് ഒന്നുകിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ ചെയ്യാം, അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യാം. ഇവിടെ ഈ നെയിം എന്ന് പറയുന്ന ഈ ക്യാപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾക്കിത് ഇപ്പോൾ ആദ്യം ഇതുണ്ടായിരുന്നത് നെയിമിൻ്റെ അസെൻഡിങ് ഓർഡറിലായിരുന്നു. നോക്കൂ, ഐയിൽ തുടങ്ങി ഡബ്ല്യൂവിൽ അവസാനിക്കുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി ഈ ക്യാപ്ഷന്മേൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഡിസെൻഡിങ് ഓർഡറിലായി മാറും. അതായത് അവസാനം വരുന്ന ലെറ്റർ ആദ്യം വരും, ആദ്യം വരേണ്ട ലെറ്റർ അവസാനം വരും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഡേറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഡേറ്റിൻ്റെ ഓർഡറിൽ മാറ്റാം, ടൈപ്പിൽ ക്ലിക്ക് ചെയ്താൽ ടൈപ്പിൻ്റെ ഓർഡറിൽ മാറ്റാം, സൈസിൽ ക്ലിക്ക് ചെയ്താൽ സൈസിൻ്റെ ഓർഡറിലും നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വ്യൂസ് എന്ന് പറയുന്നത്. വ്യൂസിൽ കുറച്ചധികം ടൈപ്പ് ഓഫ് വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്ന് നിങ്ങൾ വേറെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ കൺട്രോൾ-A കൊടുത്ത് എല്ലാം സെലക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി ഇതിനകത്തുനിന്ന് 5 ഫയൽസ് മാത്രം നമ്മൾക്ക് കോപ്പി ചെയ്യണം. അപ്പോൾ ഈ 5 ഫയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒന്നിച്ച് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒന്നിച്ച് സെലക്ട് ചെയ്യല്ല, ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായ 5 ഫയലുകൾ എന്ന് വെച്ചാൽ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന 5 ഫയൽസ് നമുക്ക് സെലക്ട് ചെയ്യണം. ഒന്നിച്ച് കോപ്പി ചെയ്യാൻ വേണം, ഒന്നിച്ച് പേസ്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾക്ക് വേണ്ട ഫയലുകളെ ആദ്യത്തെ ഫയലിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അടുത്ത ഫയൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ഫയൽ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കണം. അങ്ങനെ ഏതെല്ലാം ഫയൽസാണ് വേണ്ടത് അതെല്ലാം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ-C പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് കോപ്പി, ഇവിടെ ന്യൂ ഫോൾഡർ 2 എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് പോവുക, കൺട്രോൾ-V അടിക്കുക. ഇനി നമുക്ക് ഈ ഇത്രയും ഫയൽസ് ഇവിടെ ഉണ്ടല്ലോ, ഈ ഫയൽസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഫയൽ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഫയലുകളെല്ലാം കോപ്പി ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം കൺട്രോൾ-A പ്രസ് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഏത് ഫയലാണ് ഒഴിവാക്കേണ്ടത് ആ ഫയലിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഈ വെൽക്കം സ്ക്രീൻ എന്നുള്ള ഈ ഫയലിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഫയൽസും സെലക്റ്റഡ് ആണ് എക്സെപ്റ്റ് ദിസ് വെൽക്കം സ്കാൻ എന്നുള്ള ഫയൽ. ഓക്കെ, ഇത് മാത്രം സെലക്റ്റഡ് അല്ല. എന്നിട്ട് ഇനി എന്ത് ചെയ്യാം? കൺട്രോൾ-C പ്രസ് ചെയ്യാം. ഇവിടെ മറ്റെവിടെയെങ്കിലും ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് നമുക്കത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കൂട്ടം ഫയൽസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് 1-2 ഫയൽസ് നമുക്ക് ഇതുപോലെ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ആ സെലക്ഷൻ ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഒരു കൂട്ടം ഫയൽസിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫയലുകളൊക്കെ സെലക്ട് ചെയ്യാനും സെലക്ട് ചെയ്യാതിരിക്കാനും നമുക്ക് കൺട്രോൾ കീ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ പറ്റും. അപ്പോൾ നമ്മൾ കൺട്രോൾ-A എന്താണെന്ന് മനസ്സിലാക്കി, കൺട്രോൾ-C എന്താണെന്ന് മനസ്സിലാക്കി, കൺട്രോൾ-V എന്താണെന്ന് മനസ്സിലാക്കി. ഇനി കൺട്രോൾ-X എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. കൺട്രോൾ-X എന്ന് പറഞ്ഞാൽ കട്ട് എന്നാണ് പറയുക. ഈ കട്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ വെൽക്കം സ്കാൻ എന്നുള്ള ഈ ഫയൽ ഉണ്ടല്ലോ, ഇതിനെ കോപ്പി ചെയ്തിട്ട് നമ്മൾക്ക് ഈ പിക്സിനകത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൺട്രോൾ-C കൺട്രോൾ-V. ഓക്കെ, എങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ വെൽക്കം സ്കാൻ എന്നുള്ള ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫോട്ടോസ് ബാക്കപ്പ് എന്നുള്ള ഈ ഫോൾഡറിനകത്ത് നിന്ന് അത് പോയിട്ടില്ല. നമുക്ക് ഈ ഫയലിനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുക? ഞാനിപ്പോൾ ഈ img104 എന്നുള്ള ഫയൽ ഇതിൽ ക്ലിക്ക് ചെയ്തു, കൺട്രോൾ-X കൊടുത്തു. കൺട്രോൾ-X അതായത് കട്ട് എന്നുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനും നമുക്ക് കിട്ടും.
കട്ട് കോപ്പീൻ്റെ തൊട്ട് മേലെ കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ Ctrl+X കൊടുത്തിട്ട് ഈ ഫോൾഡറിനകത്ത് വന്നിട്ട് ഞാൻ Ctrl+V അടിച്ചു. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ Ctrl+C അടിച്ചപ്പോൾ ഈ ഫയൽ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടാണ് അവിടെ കൊണ്ടുപോയിച്ചത്. Ctrl+X എന്ന് പറഞ്ഞപ്പോൾ ആ ഫയൽ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇതാണ് Ctrl+Xും Ctrl+Cയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് കോപ്പിയാണ്, മറ്റേത് കട്ടാണ്. കോപ്പി കൊടുത്താൽ നമ്മൾ എടുത്ത സോഴ്സ് ഫയൽ അവിടെ തന്നെ ഉണ്ടാവും. കട്ട് കൊടുക്കുമ്പോൾ ആ സോഴ്സ് ഫയൽ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് Ctrl+C, Ctrl+V, Ctrl+X, Ctrl+A എന്നൊക്കെ പറയുന്ന ഷോർട്ട് കട്ടുകൾ. കട്ട്, കോപ്പി, പേസ്റ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ടുകൾ. ഓക്കെ, ഇനി നമുക്ക് ഫോൾഡറുകളുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പറയാം. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഈ നമുക്ക് ഫോൾഡറിൻ്റെ പിക്ചർ മാറ്റാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്സ്, ഡോക്യുമെൻറ്റ്സ്, വീഡിയോസ്, ഈ ഒരു ഫോൾഡേഴ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ഫോൾഡേഴ്സിനൊക്കെ കുറച്ച് ഫോട്ടോസും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറുകളെല്ലാം ഇങ്ങനെയാണുള്ളത്. അതിന് ഫോട്ടോ ഒന്നുമില്ല, ഐക്കണൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഒരു ഫോൾഡറിന് നമുക്ക് ഐക്കൺ കൊടുക്കാൻ പറ്റും? ഞാൻ ഈ സോങ്സ് എന്നുള്ള ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് നിന്ന് പ്രോപ്പർട്ടീസ് എടുത്തു. കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ചേഞ്ച് ഐക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ചേഞ്ച് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഐക്കൺ ഫയലുകൾ കാണാൻ പറ്റും. ഇതെല്ലാം വിൻഡോസിനകത്ത് ഡിഫോൾട്ടായിട്ട് വരുന്ന ഐക്കൺ ഫയലുകളാണ്. ഇപ്പോൾ നമ്മൾ സോങ്സ് എന്നതിൻ്റെ ഐക്കണാണല്ലോ മാറ്റുന്നത്. ഞാൻ അതിൻ്റെ ഐക്കൺ ഇതാക്കി കൊടുത്തു. നമുക്ക് ഇതിനകത്ത് നിന്ന് ഏത് ഫോട്ടോ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ഇതാക്കി കൊടുത്തു, ഓക്കെ കൊടുത്തു, അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ നോക്കൂ, നമ്മുടെ സോങ്സ് എന്ന ഫോൾഡറിൻ്റെ ഐക്കൺ മാറിയിട്ടുണ്ട് അല്ലേ. ഇതുപോലെ നമുക്ക് ഈ ഫോട്ടോസ് എന്നുള്ള ഫോൾഡറിൻ്റെ, ഇത് ശരിക്കും ഫോൾഡറിൻ്റെ പിക്ചറല്ല, ഇത് ഇതിനകത്തുള്ള ഫയലിൻ്റെ ഒരു പ്രിവ്യൂ കാണിക്കുകയാണ്. പക്ഷേ ഇത് നമുക്ക് ഈ ഫോൾഡറിൻ്റെ പിക്ചർ നമുക്ക് ഇതുപോലെ കസ്റ്റമൈസിൽ പോയിട്ട് ചേഞ്ച് ഐക്കൺ കൊടുത്തിട്ട് ഇതിനകത്ത് ഇതിന് നമുക്ക് എന്ത് പിക്ചർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്ലൈ, ഓക്കെ. ഇപ്പോൾ നോക്കൂ, ഈ ഫോൾഡറിൻ്റെ പിക്ചർ ഇങ്ങനെയായി. ഇനി നമുക്ക് ഈ ഫയൽ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഫോൾഡറുകളെല്ലാം കാണാനുണ്ടല്ലോ. ഇതിനകത്ത് നിന്ന് ഇനി ഫോട്ടോസ് എന്നുള്ള ഫോൾഡർ ഹൈഡ് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ ഉണ്ടാവും ഹിഡൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഹിഡൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. ഇവിടെ അപ്ലൈ ചേഞ്ചസ് ടു ദിസ് ഫോൾഡർ, സബ് ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് എന്നുണ്ടാവും. അതായത് ഈ ഒരു ഫോൾഡറിനും അതിനകത്തുള്ള എല്ലാ സബ് ഫോൾഡറുകൾക്കും ഫയലുകൾക്കും ഇത് ബാധകമാണ്. ഓക്കെ എന്ന് കൊടുക്കുക, ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ആ ഫോൾഡർ കാണാനില്ല. അതുപോലെ ഞാൻ സോങ്സ് എന്നുള്ള ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്തു, പ്രോപ്പർട്ടീസ് എടുത്തു, ഹിഡൻ ആക്കി, അപ്ലൈ എന്ന് കൊടുത്തു, ഓക്കെ എന്ന് കൊടുത്തു, ഓക്കെ എന്ന് കൊടുത്തു. ആ ഫയലും ആ ഫോൾഡറും ഇവിടെ കാണാനില്ല. ഇത് ഫോൾഡറുകൾ മാത്രമല്ല, നമുക്ക് ഫയലുകളും ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വെൽക്കം സ്ക്രീൻ എന്നുള്ള ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഹിഡൻ ആക്കി, അപ്ലൈ എന്ന് കൊടുത്തു, ഓക്കെ എന്ന് കൊടുത്താൽ ആ ഫയൽ കാണാനില്ലാതാവും. ഓക്കെ. പക്ഷേ ഈ ഓപ്ഷന് ഒരു പരിമിതി ഉണ്ട്. പരിമിതി എന്താണെന്ന് വെച്ചാൽ വ്യൂ എന്ന ഒരു മെനു ഉണ്ട് ഇവിടെ. ഈ വ്യൂ എന്നുള്ള മെനുവിൽ പോയിട്ട് ഹിഡൻ ഐറ്റംസ് എന്നുള്ള ചെക്ക് ബോക്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹിഡൻ ചെയ്ത് വെച്ച ഫയലുകൾ ഒരു ബ്ലറായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതായത് ഒരു മങ്ങിയ കളറിൽ കാണാൻ പറ്റും. അപ്പോൾ ഹിഡൻ ചെയ്ത് വെച്ചാലും ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഫയൽ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഹിഡൻ ഐറ്റംസ് എന്നുള്ള ഓപ്ഷൻ ഈ കമ്പ്യൂട്ടറിന് മൊത്തത്തിൽ ബാധകമാണ്. അല്ലാതെ ഒരു ഫോൾഡറിന് മാത്രമല്ല. നേരത്തെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച ഫോൾഡറുകളെല്ലാം ഇവിടെ ഹിഡൻ ഐറ്റംസ് ഓൺ ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ വിൻഡോസ് 10-ൽ ഇത് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് വ്യൂ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഈ ഹിഡൻ ഐറ്റംസ് എല്ലാവർക്കും കാണാൻ പറ്റും, ഈ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നത്. പക്ഷേ ഈ വിൻഡോസ് 7-ൽ ഇങ്ങനെയല്ല. വിൻഡോസ് 7-ലായിരുന്നെങ്കിൽ ഇവിടെ ഈ ഓപ്ഷൻസ് ഇവിടെ അല്ല ഉണ്ടാവുക, മെനുവിനകത്താണ് ഉണ്ടാവുക. ഈ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വ്യൂ എന്നൊരു ടാബ് ഉണ്ടായത്. ഇതിനകത്ത് പോയിട്ട് ഡോണ്ട് ഷോ ഹിഡൻ ഫയൽസ്, ഫോൾഡേഴ്സ് ഓർ ഡ്രൈവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഇത് ടിക്ക് ഇട്ടിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഹിഡൻ ഫയൽസ് ഒന്നും കാണില്ല. അതുപോലെ ഈ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച ഫയൽസ് കാണാൻ പറ്റും. അപ്പോൾ അതാണ് വിൻഡോസ് 7-ലും 10-ലും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫയൽ എക്സ്പ്ലോററുമായി ബന്ധപ്പെട്ട കുറച്ച് അധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.